കൊട്ടാരക്കരയിലേക്ക് പോകാം. അവിടെ UDF NDA മുന്നണികൾക്ക് മുൻപേ മണ്ഡലത്തിൽ സജീവമായിരുന്നു LDF സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. ഐഷ പോറ്റിക്ക് ലഭിച്ചതുപോലുള്ള സ്ഥാനങ്ങൾ മുഖ്യമന്ത്രിക്ക് പോലും ലഭിച്ചിട്ടില്ല എന്നാണ് ബാലഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. കൊട്ടാരക്കരയിൽ 2021 വരെ വികസന പെരുമഴയായിരുന്നുവെന്നും LDF വോട്ടുകൾ ഉൾപ്പെടെ തനിക്ക് ലഭിക്കുമെന്നും ഐഷ പോറ്റിയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. KN ബാലഗോപാൽ കേരളത്തിലെ ഏറ്റവും മോശം ധനകാര്യ മന്ത്രി എന്നായിരുന്നു BJP സ്ഥാനാർത്ഥി R രശ്മിയുടെ പ്രതികരണം. നമുക്ക് മൂന്ന് നേതാക്കളുടെയും പ്രതികരണം ഒന്ന് കേൾക്കാം. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടൊരു വികാരം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. നല്ല മുന്നേറ്റമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളത് ശുഭപ്രതീക്ഷയാണ്, ഉറപ്പാണ്. കോൺഗ്രസിൽ പോയാലേ അവർക്ക് കാര്യങ്ങൾ നടക്കും. അത് വ്യക്തിപരമായ ഒരു ആവശ്യമല്ലേ. രാഷ്ട്രീയമാണ് ഇവിടെ പ്രശ്നം. ജനങ്ങൾ ആരും ഇതൊന്നും മനസ്സിലാക്കാത്തവരല്ലോ. നല്ല മത്സരമാണ്. പക്ഷേ ജനങ്ങൾ നന്നായിട്ട് ആൾക്കാരെ വിലയിരുത്തും ഉറപ്പായിട്ടും. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ പ്രവർത്തനമെന്ന് എല്ലാ ജനങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. രാഷ്ട്രീയ എതിരാളികൾ എപ്പോഴും ഉണ്ടാവുമല്ലോ, എല്ലാ മുന്നണിയിലുള്ളവരും ഉണ്ടാകുമല്ലോ. അതുതന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ചെല്ലുന്ന മേഖലയിലെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാൻ സജീവമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. എന്നോടൊപ്പമുള്ള എല്ലാ സഹപ്രവർത്തകരും ഒറ്റക്കെട്ടായി താഴെത്തട്ട് ബൂത്ത് തലം വരെ ചലിപ്പിച്ചാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. AV ജയശങ്കറാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇത്തവണ ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കൊട്ടാരക്കര. ഐഷ പോറ്റിയും KN ബാലഗോപാലും നേർക്കുനേർ ഇതാ വാക്ഷരങ്ങളുമായി എത്തുന്നു. ഒപ്പം NDAയുടെ സ്ഥാനാർത്ഥിയും സജീവമായിരിക്കുകയാണ്. ആർക്കാണ് മുൻതൂക്കം ആദ്യഘട്ടത്തിൽ? അതായത് വിനീത, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ബാലഗോപാലും ഐഷ പോറ്റിയും ഒരുമിച്ചാണ് KN ബാലഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. ഇന്ന് 2026 എത്തുന്ന സമയത്ത് KN ബാലഗോപാലിൻ്റെ എതിർ സ്ഥാനാർത്ഥിയാണ് ഐഷ പോറ്റി. KN ബാലഗോപാൽ അവിടെ തന്നെ സ്ഥാനാർത്ഥിയാവുന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഐഷ പോറ്റിയുടെ കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ ഐഷ പോറ്റിക്ക് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം അല്ലെങ്കിൽ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കാൻ കുറച്ചധികം സമയമെടുത്തു. ആ സമയം അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് KN ബാലഗോപാൽ മണ്ഡലത്തിൽ സജീവമായി. ഇനി BJP സ്ഥാനാർത്ഥിയിലേക്ക് വരികയാണെങ്കിൽ ഇത്രയും കാലം കോൺഗ്രസിൽ പ്രവർത്തിച്ച ചില കുളക്കട ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ കൃത്യമായ സ്വാധീനമുള്ള R രശ്മിയാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. സ്വാഭാവികമായും കോൺഗ്രസ് വോട്ടുകൾ ഉൾപ്പെടെ അവർ അടർത്തിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഐഷ പോറ്റിയിലേക്ക് വന്നാൽ LDF വോട്ടുകൾ പിടിച്ചെടുക്കാനാകുമെന്നാണ് ഐഷ പോറ്റിയുടെ ഒരു പ്രതീക്ഷ. പക്ഷേ KN ബാലഗോപാൽ പറയുന്നത് താൻ ഇത്രയും നാൾ കേരളത്തിന് ചില വികസന പദ്ധതികൾക്കൊക്കെ ചുക്കാൻ പിടിച്ചു. ധനമന്ത്രിയായി നിന്നുകൊണ്ട് കിഫ്ബി ഉൾപ്പെടെ തൻ്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിന് ചുക്കാൻ പിടിച്ച തനിക്ക് കൊട്ടാരക്കരയിലെ ജനങ്ങൾ ഇത്തവണ കൂടി വോട്ട് തന്ന് തന്നെ ജയിപ്പിക്കുമെന്നാണ് KN ബാലഗോപാൽ പറയുന്നത്. വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ഐഷ പോറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ചാണ് LDFിന്റെ കോട്ടയാക്കി കൊട്ടാരക്കരയെ മാറ്റുന്നത്. പിന്നീട് 3 തവണ അവരവിടുന്ന് MLA ആയി. അങ്ങനെ വലിയ സ്വാധീനം മണ്ഡലത്തിലുള്ള വ്യക്തിയാണ് ഐഷ പോറ്റി. അതുകൊണ്ട് തന്നെ തള്ളിക്കളയാനാകില്ല. ഇടതു കോട്ടയിൽ ഉൾപ്പെടെ വോട്ടുകൾ ലഭിക്കും. പക്ഷേ KN ബാലഗോപാൽ പറയുന്നത് ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്, അവിടെ ഇടതുപക്ഷം തന്നെയായിരിക്കും ഉണ്ടാകുക എന്നാണ്. എന്തായാലും R രശ്മി കൃത്യമായി നല്ലൊരു പോരാട്ടത്തിന് വേണ്ടിയാണ് അവിടെ വന്നിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം BJP വോട്ടുകൾക്കൊപ്പം കോൺഗ്രസ് വോട്ടുകൾ കൂടിയാണ്. എന്തായാലും വലിയൊരു പോരാട്ടം തന്നെ കൊട്ടാരക്കരയിലുണ്ട്. അത് CPMന്റെ ഒരു മുൻ MLAയും ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ നിലവിലെ CPMന്റെ സിറ്റിംഗ് MLAയും തമ്മിൽ തന്നെയാണ് ആ പോരാട്ടം. ആ രണ്ട് ആളുകൾ തമ്മിലാണ് പ്രധാന പോരാട്ടം നടക്കുന്നത്. ഒപ്പം തന്നെ രശ്മിയുടെ അത്തരം വെല്ലുവിളികളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും വാശിയേറിയൊരു പോരാട്ടമാണ് കൊട്ടാരക്കരയിൽ ഇത്തവണ നടക്കുകയും ചെയ്യുന്നത്.